നമസ്കാരം. വൈറ്റ്സ് ഓൺ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. സാറേ നമസ്കാരം. സാറേ, ഓരോ ദിവസവും ട്വിസ്റ്റുകൾക്ക് മേൽ ട്വിസ്റ്റുകളാണ് പാലക്കാട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്നത്തെ ട്വിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിൽ തന്നെ വളരെ വലിയൊരു ട്വിസ്റ്റായി മാറുന്ന സംഭവമാണ്. അതായത് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ കേരളത്തിലെ ബി ജെ പി പ്രവർത്തകർ ഒന്നടങ്കം സന്ദീപ് വാര്യരുടെ നേതൃത്വത്തിൽ കോൺഗ്രസിൽ ചേർന്നു എന്ന് വേണം പറയാനായിട്ട്. നമ്മൾ പണ്ട് തുടങ്ങിയ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കേരളത്തിൽ കെ ജെ പിയും ബി ജെ പിയും ഉണ്ടെന്ന്. കെ ജെ പിയുടെ നേതാവാണ് കെ സുരേന്ദ്രൻ. അപ്പോൾ ഈ കെ സുരേന്ദ്രന് എതിരാണ് ബി ജെ പിയിൽ പ്രവർത്തിക്കുന്ന ആത്മാർത്ഥതയുള്ള പ്രവർത്തകർ. ആ ബി ജെ പി പ്രവർത്തകർ ഒന്നടങ്കം സന്ദീപ് വാര്യരോടൊപ്പം കോൺഗ്രസിൽ ചേരുന്ന ഒരു നേർക്കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. കാരണം ഈ ഒരുപാട് ആളുകളെ, ബലിദാനികളെ ഉള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ബി ജെ പി എന്ന് പറയുന്നത്. ആ ബി ജെ പിയെ ഒറ്റുകൊടുത്തിട്ടുള്ള, അതായത് ശ്രീനിവാസൻ വധക്കേസിലെ പ്രതികളുമായിട്ട് പോലും സന്ധി ചെയ്തിട്ടുള്ള ഈ കെ ജെ പി നേതാക്കളോടുള്ള തൻ്റെ ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് സന്ദീപ് വാര്യർ ഇന്ന് കോൺഗ്രസിൽ ചേർന്നിട്ടുള്ളത്. ഇതിനകത്ത് സി പി എമ്മിന് സന്ദീപ് വാര്യരെ കുറ്റം പറയാൻ സാധിക്കില്ല. കാരണം സന്ദീപ് വാര്യർ ഇന്ന് സി പി എമ്മിൽ ചേരുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ മന്ത്രി എം ബി രാജേഷും അതോടൊപ്പം തന്നെ എ കെ ബാലനുമൊക്കെ ഒരുപാട് പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. അതായത് സന്ദീപ് വാര്യർ നല്ലൊരു മനുഷ്യനാണ് എന്ന് വരെ എ കെ ബാലൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്, നല്ലൊരു നേതാവാണ് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ സി പി എമ്മിനൊന്നും പറയാൻ സാധിക്കുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട്ടെ മത്സരം ഇല്ലാണ്ടായി എന്ന് വേണം പറയാനായിട്ട്. നമ്മളെല്ലാവരും വിചാരിച്ചുകൊണ്ടിരുന്നത് അവിടെ ഭയങ്കര ടൈറ്റ് മത്സരത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അതിനെയെല്ലാം മലർത്തിയടിച്ചുകൊണ്ട്, അതായത് ബെന്നി ബെഹനാന്റെയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെയും കെ പി സി സി പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെയും ഒക്കെ ചടുലമായ നീക്കങ്ങൾ എന്ന് തന്നെ പറയേണ്ടി വരും. രാഷ്ട്രീയമായ ഇത് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് നൽകുന്ന ഒരു പുത്തൻ ഉണർവായിട്ട് മാറും എന്ന കാര്യത്തിലും സംശയമില്ല. അപ്പോൾ ഈ പാലക്കാട്ടെ മത്സരം തീർത്തും ഏകപക്ഷീയമായിട്ട് മാറിയിരിക്കുകയാണ്. കാരണം വയനാട്ടിലൊക്കെ എങ്ങനെയാണോ സി പി എമ്മിൻ്റെയും ബി ജെ പിയുടെയും അവസ്ഥയായിരുന്നത്, സമാനമായ അവസ്ഥയിലേക്കാണ് പാലക്കാട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇനിയിപ്പോൾ സന്ദീപ് വാര്യർ വന്നതോടുകൂടി, കാരണം സന്ദീപ് വാര്യർക്ക് പാലക്കാട്ട് മാത്രമല്ല കേരളത്തിൽ ഉടനീളം വലിയൊരു ആരാധക വൃന്ദമുണ്ട്. കാരണം അദ്ദേഹം അഭിപ്രായമുള്ള, നിലപാടുള്ള ഒരു രാഷ്ട്രീയക്കാരനാണ്. അദ്ദേഹം മതേതര നിലപാടുകളുള്ള, സ്വഭാവമുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ്. അതായത് ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയും പരസ്പരം തമ്മിലടിപ്പിച്ച് പോർ വിളിച്ച് പാർട്ടിക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കില്ല എന്ന് പാർട്ടിക്കകത്ത് തന്നെ അഭിപ്രായം പറഞ്ഞിട്ടുള്ള ഒരു മതേതരവാദിയായ നേതാവാണ് സന്ദീപ് വാര്യർ എന്ന് നമുക്ക് പറയേണ്ടി വരും. അങ്ങനെയുള്ള സന്ദീപ് വാര്യർ പാലക്കാട് ഇന്ന് കോൺഗ്രസിലേക്ക് വരുമ്പോൾ, അതായത് വിദ്വേഷത്തിൻ്റെ കമ്പോളത്തിൽ സ്നേഹത്തിൻ്റെ കട തുറന്ന് ആ കടയിൽ ഞാനൊരു മെമ്പർഷിപ്പ് എടുക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കടന്നു വരുമ്പോൾ ഇത് നമുക്ക് തീർത്തു പറയേണ്ടി വരും. കേരളത്തിലെ കെ ജെ പിയുടെ തലക്കേറ്റ ഏറ്റവും വലിയ അടിയാണ് ഇന്നത്തെ സന്ദീപ് വാര്യർ. കാരണം അവരുടെ പ്രഭാരിയായിട്ടുള്ള പ്രകാശ് ജാവദേക്കറൊക്കെ പറയുന്നുണ്ട് അപ്രധാനി, വെറും അപ്രസക്തമായ ഹൂ ഈസ് സന്ദീപ് വാര്യർ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പ്രകാശ് ജാവദേക്കർക്കും കേരളത്തിലെ ബി ജെ പിയെ കുറിച്ച് ഒരു ചുക്കും അറിയത്തില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് സന്ദീപ് വാര്യർ ഒരു പ്രാധാന്യമില്ലാത്തൊരു നേതാവാണ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നതോടെ മനസ്സിലാക്കണം. സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വരുന്നതോടെ അത് കെ ജെ പിയുടെയും സി പി എമ്മിൻ്റെയും എനിക്ക് തോന്നുന്നു ഏകദേശം അവരുടെ അവസ്ഥ വളരെ പരിതാപകരമായ രീതിയിലേക്ക് പോകുന്ന സാഹചര്യങ്ങളാണ് നിലനിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ പാലക്കാടിൻ്റെ മണ്ണിൽ കേട്ടുകൊണ്ടിരുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ മാറ്റം എന്ന് പറയുന്നത് സന്ദീപ് വാര്യർ എങ്ങോട്ട് പോകും എന്നുള്ളതായിരുന്നു. സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോകുമോ, അതോ സന്ദീപ് വാര്യർ സി പി എമ്മിലേക്ക് പോരുമോ, സി പി ഐയിൽ പോകുമോ എന്നൊക്കെ തുടങ്ങിയുള്ള ചർച്ചകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ സമയത്തൊന്നും സന്ദീപ് വാര്യർ കൃത്യമായ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചിരുന്നില്ല. പക്ഷേ തിരഞ്ഞെടുപ്പിന് ഇനി 3 ദിവസം മാത്രമേ ഉള്ളൂ നമ്മൾ കാണണം. പരസ്യമായിട്ടുള്ള ഈ തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് തിരശ്ശീല വീഴാൻ 48 മണിക്കൂർ മാത്രം ഇല്ല. അത് ഒരു സാഹചര്യത്തിലാണ് സന്ദീപ് വാര്യർ വലിയ രീതിയിൽ ബി ജെ പി നേതൃത്വത്തിന് വലിയ പ്രതിരോധം തീർത്തുകൊണ്ട് അദ്ദേഹം കോൺഗ്രസിലേക്ക് പോയിരിക്കുന്നത്. അവർക്ക് സി പി എമ്മിലാണ് സന്ദീപ് വാര്യർ പോയെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. നമുക്കറിയാം സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്കാണ് പോവുക എന്നുള്ള ഒരു സൂചന പോലും ഇതുവരെ നൽകാതെയാണ് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. കോൺഗ്രസിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി അദ്ദേഹം കണ്ടെത്തിയ ദിവസവും വളരെ പ്രാധാന്യമുള്ളതാണ് എന്നുള്ളത് നമ്മൾ കാണുന്നത്. നമ്മളിൽ നേരത്തെ സിബി സൂചിപ്പിച്ചൊരു സംഭവമുണ്ട്. അതായത്
കെ സുരേന്ദ്രൻ എന്ന നേതാവിൻ്റെ കീഴിൽ കഴിഞ്ഞ 5 വർഷക്കാലമായി BJP എന്ത് നേട്ടമാണ് ഉണ്ടാക്കിയതെന്ന് ചോദിച്ചാൽ BJPയെ യഥാർത്ഥത്തിൽ ശരശയ്യയിലേക്ക് കൊണ്ടുപോയി കിടത്തി എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. നമ്മൾ കുറേ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, ഈ BJP നേതൃത്വം സുരേന്ദ്രൻ്റെ ഇതിൽ തന്നെയാണ് പോകുന്നുണ്ടെങ്കിൽ ഈ പാർട്ടിയെ ഇവിടെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ പോകുന്ന നേതാവാണ് കെ സുരേന്ദ്രൻ എന്നുള്ളത്. കഴിഞ്ഞ ഈ 5 വർഷത്തിനിടയിൽ അദ്ദേഹം വളരെ വലിയ നേട്ടമായി എടുത്തുകൊണ്ട് കാണിക്കുന്നത് എന്താണ്? ഈ സുരേഷ് ഗോപിയുടെ വിജയമാണ്. സുരേഷ് ഗോപിക്ക് വിജയിക്കാൻ കഴിഞ്ഞുവെന്നും അതുപോലെ തന്നെ ആറ്റിങ്ങലിലും പിന്നെ പാലക്കാട്ടും അതുപോലെ തിരുവനന്തപുരത്തൊക്കെ വലിയ രീതിയിൽ വോട്ട് ശതമാനം വർദ്ധിപ്പിച്ചു എന്നൊക്കെയാണ് സുരേന്ദ്രൻ ദേശീയ നേതൃത്വത്തെ കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടേയിരുന്നത്. നമുക്കറിയാം, പ്രസിഡന്റിന് വലിയ പ്രാധാന്യമുള്ള ഒരു പാർട്ടി സിസ്റ്റമാണ് BJPയുടേതെന്നും BJP എന്തൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പോലും, അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും പ്രസിഡന്റിന്റെ തീരുമാനം അന്തിമമായിരിക്കുന്ന ഒരു പാർട്ടിയാണിത്. ഇദ്ദേഹം പ്രസിഡന്റായി വരുമ്പോൾ തന്നെ BJPയിലുള്ള വലിയൊരു വിഭാഗം എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു നമുക്കറിയാം. BJPയിൽ തന്നെ നേരത്തെ വലിയ രീതിയിലുള്ള 2 ഗ്രൂപ്പുകൾ തമ്മിലുള്ള വലിയ പോരാട്ടങ്ങൾ ഉണ്ടായിരുന്നു. ആരെയും പ്രസിഡന്റാക്കി നിയമിച്ചാൽ മറ്റൊരു ഗ്രൂപ്പ് വിട്ടുപോകും എന്നുള്ളൊരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിരുന്നു. അതിനൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് അതേവരെ BJP നേതൃത്വത്തിൽ നിന്നും ഇല്ലാതിരുന്ന കുമ്മനം രാജശേഖരനെ പാർട്ടി പ്രസിഡന്റാക്കി കൊണ്ടുവരികയൊക്കെ ചെയ്തു. പക്ഷേ കുമ്മനം ഈ പ്രസിഡന്റായി വന്നതിന് ശേഷമാണ് BJP ഇത്രയും മോശമായ അവസ്ഥയിലേക്ക് പോയെന്ന് നമ്മളിൽ കാണേണ്ടതുണ്ട്. പിന്നീട് ശ്രീധരൻപിള്ളയെ കൊണ്ടുവന്നിട്ടൊക്കെ ഇത് പരിഹരിക്കാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും പിന്നീട് ശ്രീധരൻപിള്ളയെ ഗവർണറാക്കുന്നു, കുമ്മനത്തിനെ മിസോറാം ഗവർണറാക്കുന്നു, പിന്നെ അദ്ദേഹത്തിനെ കൊണ്ടുവന്ന് തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കുന്നു. അങ്ങനെ വിചിത്രമായ കുറേ നീക്കങ്ങളാണ് പിന്നെ നടക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഏതാണ്ട് 6 മാസത്തിലേറെ BJPക്ക് ഇവിടെ പ്രസിഡന്റ് ഉണ്ടായിരുന്നില്ല. ഇതിനൊക്കെ ശേഷമാണ് അന്ന് വി മുരളീധരൻ കേന്ദ്രത്തിൽ വലിയ പിടിപാടുള്ള ഒരു നേതാവായിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിന് ദേശീയ നേതാക്കന്മാരൊക്കെ വലിയ അടുപ്പം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കൂടി ശുപാർശ പ്രകാരമാണ് ജനറൽ സെക്രട്ടറി ആയിരുന്ന BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന കെ സുരേന്ദ്രനെ ഈ അധ്യക്ഷനാക്കി കൊണ്ടുവരുന്നത്. അപ്പം ആ കാലത്ത് ഈ ചാനൽ ചർച്ചകളിലൊക്കെ വളരെ സജീവമായി പങ്കെടുക്കുകയും വളരെ ചടുലമായ ഭാഷ സംസാരിക്കുകയും ചെയ്യുന്ന സുരേന്ദ്രൻ പ്രസിഡന്റായി വരുന്ന സമയത്ത് കേരളത്തിലെ BJPക്ക് വലിയ രീതിയിലുള്ള വളർച്ചയുണ്ടാവും എന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് അദ്ദേഹത്തെ കൊണ്ടുവന്നത്. പക്ഷേ BJPയുടെ പ്രസിഡന്റായി സുരേന്ദ്രൻ വന്നതോടുകൂടി ഈ പാർട്ടിയുടെ വളർച്ച പടവലം വളരുന്ന പോലെയായി എന്നുള്ളതാണ്. ഇപ്പം എന്തുകൊണ്ട് BJPക്ക് പല സ്ഥലങ്ങളിലും വോട്ട് കിട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ കാലാകാലമായിട്ടുള്ള CPMന്റെയും കോൺഗ്രസിന്റെയും 2 മുന്നണികളെയും മടുത്ത വലിയൊരു വിഭാഗം ജനങ്ങൾ കോൺഗ്രസിനെയും CPMനെയും സ്വീകരിക്കുന്നതിന് പകരം BJPക്ക് പല സ്ഥലങ്ങളിലും ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തു എന്നുള്ളത് സത്യമാണ്. പക്ഷേ അത് തുടർന്ന് അങ്ങോട്ട് ഉണ്ടാവുമോ എന്ന് വെച്ചാൽ ഇല്ല എന്നാണ് നമ്മളിൽ കാണേണ്ടത്. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ, അതായത് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഏതെങ്കിലും തരത്തിൽ നേട്ടം ഉണ്ടാവുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ വെച്ച് ഉണ്ടാവില്ല എന്ന് തന്നെ നമ്മൾ കാണേണ്ടതുണ്ട്. നമ്മൾ വിചാരിക്കേണ്ടത് വെറും സന്ദീപ് വാര്യർ മാത്രമാണ് BJPയിൽ വലിയ കലാപക്കൊടി ഉയർത്തിയതെന്നല്ല. സന്ദീപ് വാര്യർ കൃഷ്ണദാസുമായി, അവിടുത്തെ പാലക്കാട് സ്ഥാനാർത്ഥിയായ കൃഷ്ണദാസുമായി ഉണ്ടായ വലിയ വ്യക്തിപരമായിട്ടുള്ള ചില വിദ്വേഷങ്ങളും അതിന് സുരേന്ദ്രൻ കൃഷ്ണകുമാറിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തതുകൊണ്ടാണ് ഇന്ന് സന്ദീപ് വാര്യർ കോൺഗ്രസിലെത്തിയത് നമ്മളിൽ കാണേണ്ടതുണ്ട്. പക്ഷേ കോൺഗ്രസിനേക്കാൾ വളരെ മോശമായൊരു പാർട്ടിയാണ് BJP എന്നുള്ളത്, ആ സത്യം പലരും ഇനി വിളിച്ചു പറയാൻ പോവുകയാണ് എന്നുള്ളത് നമ്മൾ കാണേണ്ടത്. അദ്ദേഹത്തിന് കോൺഗ്രസിനെ കുറിച്ച് നല്ല ധാരണയുണ്ടല്ലോ. സന്ദീപ് വാര്യർക്ക് കൃത്യമായി കോൺഗ്രസിനെ കുറിച്ച് ധാരണയുണ്ട്. കോൺഗ്രസിൽ എന്തെല്ലാം ഗ്രൂപ്പുകളുണ്ടെന്നും എന്തെല്ലാം പടലപ്പണക്കമുണ്ടെന്നും അവിടെ ഉണ്ടാകുന്ന രാഷ്ട്രീയപരമായിട്ടുള്ള പലവിധ വിഷയങ്ങളെക്കുറിച്ചൊക്കെ വ്യക്തമായ ബോധ്യമുള്ള ഒരാൾ തന്നെയാണ്. കാരണം അല്ലാതെ ഒരു ആവേശത്തിൽ എടുത്തി ആടിയതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെ ചിന്തിച്ച് വളരെ കൃത്യമായി പഠിച്ചതിന് ശേഷം തന്നെ ആയിരിക്കും സന്ദീപ് വാര്യർ ഈ CPMലോ ഇതിലൊന്നും പോകാതെ നേരെ കോൺഗ്രസിലെത്തിയതില്ല. കോൺഗ്രസിലെത്തുമ്പോൾ സമയത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒരു കാര്യമുണ്ട്. അതായത് പലരും വെറുപ്പിന്റെ രാഷ്ട്രീയമായാണ് മുന്നോട്ട് പോകുന്നതെന്നും ഇത്തരം വെറുപ്പിന്റെ രാഷ്ട്രീയം ഞാൻ അവസാനിപ്പിക്കുകയാണെന്നും പകരം സ്നേഹത്തിന്റെ കട തുറക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ ഇത് കേരള സമൂഹം വളരെ സീരിയസ് ആയി എടുക്കുന്നു നമ്മളിൽ കാണേണ്ടതുണ്ട്. കാരണം ഈ സുരേന്ദ്രനൊക്കെ എല്ലാ ദിവസവും CPMനെതിരെയും കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെയും വലിയ രീതിയിൽ പ്രസ്താവന നടത്തുകയും എന്നാൽ മുഖ്യമന്ത്രിയുടെയും CPMന്റെ നേതാക്കന്മാരുമായി വലിയ രീതിയിൽ ചങ്ങാത്തം പുലർത്തുകയും ചെയ്യുന്ന ഒരു നേതാവാണ് സുരേന്ദ്രൻ എന്നുള്ളത് ഇവിടെ എല്ലാ ആളുകൾക്കും അറിയാം. ഇന്നിപ്പം സന്ദീപ് വാര്യർ പരസ്യമായി പറഞ്ഞിരിക്കുന്ന കാര്യവും അതാണ്, കരുവന്നൂരും കൊടകരയും വെച്ചുമാറി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് എല്ലാവർക്കും അറിയാവുന്നേ. കഴിഞ്ഞ 3 വർഷക്കാലമായിട്ട് കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയമാണ് ഇവർ തമ്മിലുള്ള അന്തർധാര സജീവമാണ് എന്നുള്ളത്. ഇപ്പൊ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്ന വിഷയങ്ങൾ എന്തുകൊണ്ടാണ് അന്വേഷണം എവിടെയും എത്താത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് ആയതുകൊണ്ടാണ്. ഇപ്പൊ കരുവന്നൂർ കേസ് എന്തുകൊണ്ടാണ് അന്വേഷിച്ചിട്ടും എവിടെ എത്താത്തത്? ആലീസിന്റെ അത്ഭുതത്ത് നിൽക്കുന്ന പോലെ നിൽക്കുകയാണ്. നടന്നിട്ട് ഓടിയിട്ടും നിൽക്കുന്ന സ്ഥലത്ത് തന്നെ നിൽക്കുന്നു. ഇപ്പൊ SFIO കേസ് എന്താ? ഈ കഴിഞ്ഞ 12-ാം തീയതി ഇതിന്റെ കാലാവധി പൂർത്തിയായി എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷെ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അന്വേഷണം നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും അന്വേഷണത്തിൽ കണ്ടെത്തിയോ, അല്ലെങ്കിൽ ഇത് അന്വേഷണമായി മുന്നോട്ട് പോവോ എന്നതിനെ കുറിച്ചിട്ട് ആർക്കും ഒന്നും അറിയില്ല.
എന്ത് സംഭവിച്ചു എന്നുള്ളത്. അപ്പോൾ ഏതൊക്കെ സ്ഥലങ്ങളിൽ എന്തൊക്കെ രീതിയിൽ പിടിക്കണം, അതിനാരൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് കൃത്യമായി അറിയുന്നവരാണ് CPM-കാർ. അതുപോലെ തന്നെ ഈ മുഖ്യമന്ത്രിയെ പല രീതിയിൽ അപ്പുറം ഇപ്പുറം തടഞ്ഞു വെച്ച് എന്തൊക്കെ നേടിയെടുക്കണം എന്നതിനെ കുറിച്ച് കൃത്യമായ അറിവുള്ളവരാണ് BJP. ഇത് കൊടുക്കൽ വാങ്ങലുകളിലൂടെ കടന്നു പോവുകയാണ്. യഥാർത്ഥത്തിൽ കേരളത്തിലെ ഈ CPM സാധാരണ CPM പ്രവർത്തകരും BJP പ്രവർത്തകരും കഴിഞ്ഞ കുറെ കാലമായി ഏറ്റുമുട്ടുകയും അല്ലെങ്കിൽ ഇവർ തമ്മിൽ വലിയ പൊളിറ്റിക്കൽ ശത്രുക്കളാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോഴും നേതാക്കന്മാർ തമ്മിലുള്ള വലിയ തരത്തിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ ഇവിടെ വളരെ സജീവമാണ്, അന്തർധാര വളരെ സജീവമാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം. ഇത് തുറന്നു പറഞ്ഞുകൊണ്ട് സന്ദീപ് വാര്യർ ഈ ഇലക്ഷന്റെ അവസാന ലാപ്പിൽ വന്നു എന്നുള്ളത് രാഷ്ട്രീയപരമായി പാലക്കാട് UDF കേന്ദ്രത്തിൽ വലിയ ആവേശം ഉണ്ടാക്കുമെങ്കിൽ പോലും കേരള രാഷ്ട്രീയം യഥാർത്ഥത്തിൽ മലീമസമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും അവസാനത്തെ തെളിവായിട്ട് വേണം നമ്മൾ ഇത് കാണാൻ കൂടി നമ്മൾ പറയണം. ഇത് ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസിന് ഗുണം ചെയ്യുമെന്ന് വെച്ചാൽ കോൺഗ്രസിന് ഗുണം ചെയ്യും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പക്ഷേ യുവാക്കൾക്കും അതുപോലെ തന്നെ ഈ രാഷ്ട്രീയത്തെ കുറച്ചും കൂടി സീരിയസ് ആയി കാണുന്നവർക്കും രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു അല്ലാത്തൊരു ട്രിപ്പീസ് കളിയാണെന്നും എവിടെ കൈവിട്ട് എവിടെ പിടിക്കുന്നതിനെ കുറിച്ചിട്ട് ഒരു ധാരണയില്ലെന്നും അതുകൊണ്ട് നേതാക്കന്മാർ എന്ന് പറയുന്ന പല ആളുകളും നടത്തുന്ന പോരാട്ടങ്ങളും അതുപോലെ തന്നെ പല പ്രസ്താവനകളും വളരെ യാന്ത്രികമായി നടത്തുന്നതാണെന്നും ഇതിലൊരു ആത്മാർത്ഥതയുമില്ലാത്ത നീക്കങ്ങളാണ് ഓരോ നേതാവും നടത്തുന്നത് തിരിച്ചറിയണം. ഇവിടെയാണ് വിഷയം. അല്ല, ഇതിനകത്ത് വേറൊരു വ്യത്യസ്തമായ അഭിപ്രായം എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, കാരണം P. സരിൻ കോൺഗ്രസ് വിട്ട് CPM-ൽ പോയതുപോലെയുള്ള ഒരു രാഷ്ട്രീയ മാറ്റമല്ല സന്ദീപ് വാര്യർ. അല്ല. കാരണം സന്ദീപ് വാര്യര് ഈ മതേതര ഒരുത്തിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ മതേതര സ്വഭാവമുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹം ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, കാരണം കേരളത്തിൽ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഒക്കെ തമ്മിലടിപ്പിച്ചുകൊണ്ട് ഈ പാർട്ടിക്ക് മുൻപോട്ട് പോകാൻ സാധിക്കില്ല, അതല്ലെങ്കിൽ പരസ്പരം വെല്ലുവിളിച്ചുകൊണ്ട് മുൻപോട്ട് പോകാൻ സാധിക്കുന്നില്ല എന്നുള്ള രീതിയിൽ താനൊരു മതേതരവാദിയായ നേതാവാണ് എന്ന് സ്വയം പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് സന്ദീപ് വാര്യർ എന്ന് പറയുന്നത്. സന്ദീപ് വാര്യർ ഈ പാർട്ടിക്കകത്ത് നിരന്തരം ആശയങ്ങൾക്ക് വേണ്ടിയിട്ട് പോരാടിയിട്ടുള്ള ആളാണ്. കാരണം കൃത്യമായ നിലപാടുകളോടുകൂടി വേണം BJP മുൻപോട്ട് പോകാനെന്ന് കർശനമായി പാർട്ടിക്ക് അകത്ത് പോരാടിയ ഒരു വ്യക്തിയാണ് സന്ദീപ് വാര്യർ. ആ സന്ദീപ് വാര്യരെ പൂർണ്ണമായും അവഗണിക്കുന്ന ഒരു സമീപനമാണ് BJP-യുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഏറ്റവും അവസാനമായി വരുമ്പോഴത്തേക്ക് സന്ദീപ് വാര്യരെ പോലെ പാലക്കാട് സ്വദേശിയായിട്ടുള്ള ജനകീയനായിട്ടുള്ള ഒരു യുവ നേതാവിന് C. കൃഷ്ണകുമാറിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ ഒരു കസേര നൽകാൻ പോലും തയ്യാറാവാത്ത രീതിയിൽ അദ്ദേഹത്തെ അവഗണിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മനസ്സിലേറ്റിരിക്കുന്ന മുറിവ് നിസ്സാരമല്ല. പക്ഷെ P. സരിനെ സംബന്ധിച്ചിട്ട് അങ്ങനെ ആയിരുന്നില്ല. ഒരിക്കലും സന്ദീപ് വാര്യർ പാലക്കാട് സീറ്റ് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ BJP വിട്ടു പോകുന്നതല്ല. നിരന്തരമായ അവഗണന, ആരോപണ ശരങ്ങളേറ്റ് പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്ന ഒരു ഇരയാണ് സന്ദീപ് വാര്യർ. പക്ഷേ ഇപ്പോഴത്തെ സരിൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. പാലക്കാട് ഒരു സീറ്റ് ലഭിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ വരെ, അതായത് തൊട്ട് അടുത്ത ദിവസം വരെ എതിർത്തിരുന്ന രാഷ്ട്രീയ ആശയങ്ങളുടെ കൂടെ പോയി ചേരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമുക്ക് കരിങ്കാലിത്തരം എന്ന് വിളിക്കേണ്ടി വരും. പക്ഷേ ഇപ്പോഴത്തെ സന്ദീപ് വാര്യർ കൃത്യമായ നിലപാടോടുകൂടി മതേതരവാദിയായിട്ടുള്ള ഒരു നേതാവ് അത് കോൺഗ്രസുമായിട്ട് ചേരുന്നു. അതിനപ്പുറത്തില്ല. കാരണം BJP-യും കോൺഗ്രസും തമ്മിൽ ആശയപരമായിട്ട് അത് കുറച്ച് തീവ്ര ഹിന്ദുത്വ നിലപാടുകൾ BJP-ക്ക് ഉണ്ട് എന്ന് മാറ്റിവെച്ചു കഴിഞ്ഞാൽ കോൺഗ്രസും BJP-യും തമ്മിൽ ആശയപരമായിട്ട് വലിയ വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല. കാരണം കോൺഗ്രസിന് വളരെ വലിയൊരു ചരിത്രമുണ്ട്. കാരണം BJP-യെ സംബന്ധിച്ച് അങ്ങനെ ഒരു ചരിത്രമില്ല. അതൊക്കെയാണ് ഈ കോൺഗ്രസും BJP-യും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ. പക്ഷേ ഇവരുടെ സാമ്പത്തിക നയങ്ങളായിക്കോട്ടെ മറ്റു പല കാര്യങ്ങളും ഏകദേശം ഒരേ രീതിയിൽ പോകുന്നതാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ സന്ദീപ് വാര്യർ BJP വിട്ട് കോൺഗ്രസിലേക്ക് വരുമ്പോൾ അതിനെ ഒരിക്കലും ഒരു കാലുമാറ്റമായിട്ട് ചിത്രീകരിക്കാനായിട്ട് ഒരിക്കലും സാധിക്കില്ല എന്ന് ഞാൻ പറയും. അല്ല, ഇപ്പൊ സരിനെയും നമ്മൾ സന്ദീപ് വാര്യർ എടുത്ത് തുലനം ചെയ്യുന്ന സമയത്ത് സരിൻ എന്ന് പറഞ്ഞാൽ അത്ര വലിയ പ്രസക്തിയുള്ള ഒരു നേതാവൊന്നുമല്ല. കോൺഗ്രസിന് അദ്ദേഹം വലിയ പോരാട്ടങ്ങൾ നടത്തി വന്ന ഒരാളെന്നല്ല. അദ്ദേഹം ഒരു ബിഷഗ്രൻ എന്നുള്ള രീതിയിലും പിന്നീട് IAS ഈ സിവിൽ സർവീസിൽ വന്നു എന്നുള്ള അത് ഒഴിവാക്കിക്കൊണ്ട് അദ്ദേഹം കോൺഗ്രസിൽ ചേർന്നു. 8 വർഷത്തെ ചരിത്രം മാത്രമേ ഈ സരിൻ എന്ന് പറഞ്ഞ ആൾക്കുള്ളൂ. മാത്രമല്ല അദ്ദേഹം പാലക്കാട് മാത്രം അദ്ദേഹത്തിന് KPCC-യുടെ ഈ ഓൺലൈൻ മീഡിയൻ്റെ ഒക്കെ ചുമതല ഉണ്ടായിരുന്നെങ്കിൽ പോലും അദ്ദേഹം പാലക്കാട് പോലും അറിയപ്പെട്ട നേതാവായിരുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം ഒറ്റപ്പാലത്ത് മത്സരിച്ചു എന്നുള്ളതുകൊണ്ട് ആ പ്രദേശങ്ങളിൽ കുറച്ച് ഗ്രിപ്പൊക്കെ ഉള്ള നേതാവ് മാത്രമായിരുന്നു. പക്ഷേ സന്ദീപ് വാര്യർ അങ്ങനെയല്ല. സന്ദീപ് വാര്യർ BJP-യുടെ വക്താവായിരുന്നു. അദ്ദേഹം BJP-യുടെ നയങ്ങൾ ദീർഘകാലം മാധ്യമങ്ങളിലൂടെ പ്രഖ്യാപിച്ചുകൊണ്ടിരുന്ന ആളാണ്. BJP-യുടെ വർഗീയ ഫാസിസ്റ്റ് നയങ്ങളൊക്കെ കൃത്യമായി ന്യായീകരിച്ചുകൊണ്ടിരുന്ന ആളാണ് കൂടി നമ്മളിൽ കാണേണ്ടത്. അത് അദ്ദേഹത്തിന് കേരളത്തിൽ ആകമാനം വലിയ രീതിയിലുള്ള ഈ യുവാക്കൾക്കിടയിലൊക്കെ വലിയ സ്വീകാര്യതയുണ്ട് എന്ന് പറഞ്ഞ എന്താണ് അദ്ദേഹത്തിന്റെ അതിതീവ്രമായ നിലപാടായിരുന്നു. ഇത് അദ്ദേഹത്തിന്റെ നിലപാടല്ല എന്നാണ് അദ്ദേഹം ഇന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം തീർത്തും ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ തുടർച്ചയാണ് ഞാൻ ഈ പറയുന്നത്. ഓരോ നേതാക്കന്മാരും അതാത് പൊസിഷനിൽ ഇരിക്കുന്ന സമയത്ത് പല കാര്യങ്ങൾ പറയുകയും
അതിന് വലിയ കയ്യിൽ നേടുകയും ആരാധകരുണ്ടാവുകയൊക്കെ ചെയ്യുമ്പോൾ പോലും അവരുടെ നയങ്ങളോ അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ തട്ടിയുള്ള കാര്യങ്ങളോ ഒന്നുമല്ല അവർ പറയുന്നത്. സ്ക്രിപ്റ്റഡ് വേർഷൻ മാത്രം പറയുന്നു എന്ന് നമ്മളിൽ കാണേണ്ടത്. ഇപ്പൊ ഇ പി ജയരാജൻ പോലും എന്തുകൊണ്ടാണ് CPM അദ്ദേഹം തള്ളിപ്പറയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹം CPM-ന്റെ ഇപ്പോഴത്തെ നയത്തെയും മുഖ്യമന്ത്രിയെ പോലും അദ്ദേഹം അനുകൂലിക്കുന്നില്ല എന്ന് കാണുമ്പോൾ നമ്മൾ കാണേണ്ടത് എന്താണ്? ഈ എല്ലാ പാർട്ടി നേതാക്കന്മാർക്കും എന്താണ്, അവർക്ക് എന്ത് ലഭിക്കും, അവർക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ആമാശയപരമാണ് എന്നുള്ളത് തന്നെയാണ് അടിസ്ഥാനപരമായിട്ട്. വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, സന്ദീപ് വാര്യർ ഇതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. കാരണം സന്ദീപ് വാര്യർ തന്റെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുന്ന SFIയിൽ കൂടിയാണ് എന്നൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പം ഈ സംഘപരിവാർ RSS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോഴും പറയുന്നു, RSS എന്ന് പറഞ്ഞാൽ തീവ്ര ഹിന്ദുത്വ നിലപാടുള്ള ഒരു ഇതാണോ എന്നൊക്കെ ഉള്ളത് നമ്മൾ വളരെയധികം ഗഹനമായിട്ട് തന്നെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. പക്ഷേ ഒരു CBIയുടെ ഇടയിൽ ഞാൻ പറയാം, ഹിന്ദുത്വ അജണ്ട പ്രഖ്യാപിച്ചുകൊണ്ട് വർഗീയ ഫാസിസ്റ്റ് നയങ്ങൾ കൃത്യമായി ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിച്ചുകൊണ്ട് തന്നെയാണ് BJP ഈ ചുരുങ്ങിയ കാലത്തിനിടയിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ ശക്തിയായി മാറിയെന്ന് നമുക്ക് ഒരിക്കലും നിഷേധിക്കാൻ പറ്റില്ല. എനിക്കിപ്പോൾ തോന്നുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ സമീപകാല രാഷ്ട്രീയത്തെ എടുത്തു വെച്ച് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു BJP-യേക്കാൾ വിഷമുള്ള ഒരു തീവ്ര വർഗീയത പറയുന്ന ഒരു പാർട്ടി CPM ആണ്. അല്ല, CPM-നെ നമ്മൾ ഈ യഥാർത്ഥത്തിൽ കേരളത്തിൽ മാത്രമേ CPM ഉള്ളൂ. ഇപ്പൊ എന്തുകൊണ്ടാണ് ഈ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ദേശീയ പാർട്ടിയുടെ ഭാഗമായി ദീർഘകാലം പ്രവർത്തിച്ച ഒരാൾക്ക് മറ്റൊരു ദേശീയ പാർട്ടിയിൽ അംഗമാവുക എന്നുള്ള ഒരു രീതിയാണ് അദ്ദേഹം കൈക്കൊണ്ടിരിക്കുന്നത് നമ്മളിൽ കാണേണ്ടത്. അതുകൊണ്ട് CPM-നെ സംബന്ധിച്ച് CPM യഥാർത്ഥത്തിൽ ഒരു പ്രാദേശിക പാർട്ടിയാണ് നമ്മൾ കാണണം. ഇത് അതിന് ഓൾ ഇന്ത്യ കമ്മിറ്റി ഉണ്ട്, അതിന് വലിയ സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും കേരളത്തിൽ ഒഴികെ ഇപ്പം ഏത് സംസ്ഥാനത്താണ് ഈ പാർട്ടി ഉള്ളത്? പശ്ചിമ ബംഗാളിൽ നാമാവശേഷമായി പോയ പാർട്ടിയാണ്. അപ്പോൾ ഇത്തരം സ്ഥലങ്ങളിലൊക്കെ, ത്രിപുരയിലാണെങ്കിൽ ഇപ്പോൾ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കുക എന്നുള്ള അവസ്ഥയിലാണ്. അതുകൊണ്ട് ഈ പാർട്ടി എവിടെയെങ്കിലൊക്കെ ചെറിയ തരത്തിലൊക്കെ ഒരു മിന്നായം പോലെ കാണുന്നുവെങ്കിൽ പോലും ഇതിനൊരു ദേശീയ മുഖമില്ലാത്ത പാർട്ടിയാണ്. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിലപാടുകളുള്ള വാക്ചാരിതയുള്ള നല്ലൊരു സംഘാടകനായിട്ടുള്ള സന്ദീപ് വാര്യരെ കോൺഗ്രസിന് തീർച്ചയായിട്ടും ഗുണമേ ഉണ്ടാക്കത്തുള്ളൂ. പക്ഷേ വേറൊരു വിഷയം കൂടി ഉണ്ടെന്നേ, നമ്മൾ ഈ സന്ദീപ് വാര്യരെ എങ്ങനെ ഉൾക്കൊള്ളും? കോൺഗ്രസ് എന്ന് പറയുന്നത് വലിയൊരു ജനക്കൂട്ടവും വലിയൊരു മോബിന്റെ ഇത് മാത്രമാണ്. അവിടെ എങ്ങനെ സന്ദീപ് വാര്യർ ഉൾക്കൊള്ളും? അദ്ദേഹം ഇപ്പോൾ പറയുന്നുണ്ട് ഉപാധികളൊന്നും ഇല്ലാത്ത ഞാനൊരു സാധാ അംഗത്വം മാത്രമാണ് എടുത്തതെന്നും സാധാ പാർട്ടി പ്രവർത്തകനായി കോൺഗ്രസിൽ ഉണ്ടാവും എന്നൊക്കെ പറയുമ്പോഴും യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് കോൺഗ്രസ് എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യും എന്നുള്ളതൊക്കെ വലിയ വിഷയമാണ്. ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ചിലപ്പോൾ അദ്ദേഹത്തിന് സീറ്റൊക്കെ കൊടുത്ത് ചിലപ്പോൾ വലിയ രീതിയിൽ സംരക്ഷിച്ചേക്കാം. സാധാരണ ഗതിയിൽ കോൺഗ്രസ് അങ്ങനെ സംരക്ഷിക്കുന്ന ഒരു പാർട്ടിയൊക്കെ തന്നെയാണ്. പക്ഷേ നമ്മൾ പലപ്പോഴും കണ്ടിരിക്കുന്ന കോൺഗ്രസ് വിട്ടുപോകുന്നവർക്ക് വലിയ സംരക്ഷണം കിട്ടുന്ന ഒരു സംഭവമാണ് കേരളത്തിൽ കുറച്ചു കാലമായി കാണുന്നത്. അതുകൊണ്ട് കോൺഗ്രസിന് വലിയ രീതിയിൽ രാഷ്ട്രീയ നേട്ടം ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇനി വരാൻ പോകുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ സന്ദീപ് വാര്യർ എങ്ങനെ ഉൾക്കൊള്ളും എന്നൊക്കെ വലിയ കാണാനിരിക്കുന്നേ ഉള്ളൂ. പക്ഷേ എങ്കിൽ പോലും ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഈ സന്ദീപ് വാര്യരുടെ ഈ അവസാന ലാപ്പിലേക്കുള്ള കടന്നുവരവ്, കൈപിടിച്ചുകൊണ്ടുള്ള കടന്നുവരവ് യഥാർത്ഥത്തിൽ വലിയ രീതിയിൽ പാലക്കാട് ഓളം ഉണ്ടാക്കും. അത് രാഹുൽ മാങ്കൂട്ടത്തിന് രാഷ്ട്രീയപരമായി വലിയ നേട്ടം ഉണ്ടാക്കും എന്ന് തന്നെയാണ് എനിക്ക് ഈ പറയാനുള്ളത്. ഏതൊക്കെയാലും അവസാനമായിട്ട് ഒന്നേ പറയാനുള്ളൂ, പാലക്കാട്ട് മത്സരം ഏകപക്ഷീയമായി തന്നെ മാറിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് വീണ്ടും എടുത്തു പറയാൻ സാധിക്കും. കാരണം പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഏറെ സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ്, ജനകീയനായ നേതാവ് തന്നെയാണ് സന്ദീപ് വാര്യർ. സന്ദീപ് വാര്യരുടെ വരവോടുകൂടി അവിടെ കോൺഗ്രസ് കനത്ത പ്രതീക്ഷയിലാണ്. വലിയ ഭൂരിപക്ഷവും കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നുണ്ടാവും എന്ന് കരുതുന്നു. ഏതൊക്കെയായാലും തൽക്കാലത്തേക്ക് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.